മലയാളത്തിൻ്റെ സുരേഷ് ഗോപി ഇപ്പോൾ വെറുമൊരു നടൻ മാത്രമല്ല, ജനസേവകനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമാണ്. അതുകൂടാതെ അദ്ദേഹം നന്മ നിറഞ്ഞ ഒരു മനസ്സിൻ്റെ ഉടമയും ഒരു മനുഷ്യസ്നേഹിയുമാണ്. വലിയ ശരീരമുണ്ടെങ്കിലും വളരെ നിഷ്കളങ്കമായ, വളരെ പെട്ടെന്ന് നൊമ്പരപ്പെടുത്താവുന്ന ഒരു മനസ്സുള്ള വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി. മഞ്ജു വാര്യർ മൊത്ത് നിരവധി സിനിമകളിൽ സുരേഷ് ഗോപി നായകനായി അഭിനയിച്ചിട്ടുണ്ട്. സമ്മർ ഇൻ ബെത്ലഹേം എന്ന ചിത്രത്തിൽ അവർ തമ്മിലുള്ള കെമിസ്ട്രി നല്ലവണ്ണം വർക്കായിരുന്നു. കളിയാട്ടത്തിലെ ഇരുവരുടെയും പ്രകടനം പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിലായിരുന്നു. കളിയാട്ടത്തിലൂടെ സുരേഷ് ഗോപി ദേശീയ അവാർഡ് കേരളത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. മഞ്ജുവും സുരേഷ് ഗോപിയും ഒന്നിച്ചപ്പോഴൊക്കെ ധാരാളം ഹിറ്റുകൾ പിറന്നിരുന്നു. സൂപ്പർ ഹിറ്റ് ചിത്രം സമ്മർ ഇൻ ബെത്ലഹേമിൻ്റെ ഇടയിൽ സംഭവിച്ച ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ അതെല്ലാം വൈറലായി. നടി മഞ്ജുവിനെക്കുറിച്ച് പറഞ്ഞ ആ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. മഞ്ജുവും നടൻ ദിലീപുമായുള്ള ഇഷ്ടത്തിന് പിന്നിൽ സുരേഷ് ഗോപിക്ക് പങ്കുണ്ടായിരുന്നുവെന്ന് ആ സമയത്ത് മഞ്ജുവിൻ്റെ കുടുംബം തെറ്റിദ്ധരിച്ചിരുന്നു. മഞ്ജുവുമായുള്ള ദിലീപിൻ്റെ ഇഷ്ടം മഞ്ജുവിൻ്റെ കുടുംബത്തിന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. സല്ലാപം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് അവർ രണ്ടുപേരും പ്രണയത്തിലാകുന്നത്. ആ സമയത്ത് രണ്ടുപേരുടെയും പ്രണയത്തിന് പിന്നിൽ സഹായിയായി എല്ലാവരും കണ്ടിരുന്നത് കലാഭവൻ മണിയെയാണ്. മണി ദിലീപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. അവരുടെ പ്രണയത്തിൻ്റെ സഹായി താനാണെന്ന് എങ്ങനെ മഞ്ജുവിൻ്റെ വീട്ടുകാർ തെറ്റിദ്ധരിച്ചു എന്നെനിക്കറിയില്ല. എന്നാൽ തനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നെ ഞെട്ടിച്ചത് സിനിമയുടെ സെറ്റിൽ വെച്ച് ഈ വിഷയം മഞ്ജുവിൻ്റെ അച്ഛൻ മാധവൻ തന്നോട് ചോദിക്കുകയും ചൂടായി സംസാരിക്കുകയും ചെയ്തു എന്ന് സുരേഷ് ഗോപി പറയുന്നു. പക്ഷേ തനിക്ക് ഒരു തരത്തിലും അറിവോ ബന്ധമോ ഇല്ലാത്ത കാര്യമായതുകൊണ്ട് അത് കേട്ടപ്പോൾ തന്നെ ഞാൻ വല്ലാതെ ഷോക്കഡായി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞതോടുകൂടി മാനസികമായി തളർന്നു പോകുകയും പെട്ടെന്ന് തൻ്റെ BP കുറയുകയും താൻ താഴെ വീണ് പോവുകയുമായിരുന്നു എന്ന് സുരേഷ് ഗോപി പറയുന്നു. പെട്ടെന്ന് ആരോഗ്യനില വഷളായതുകൊണ്ട് തന്നെ എല്ലാവരും ചേർന്ന് എന്നെ മുറിയിലേക്ക് മാറ്റി. പക്ഷേ ഈ വിവരം അറിഞ്ഞ മഞ്ജു വല്ലാത്ത ടെൻഷൻ ആകുകയും കടുത്ത ദേഷ്യത്തിൽ എന്തൊക്കെയോ പറയുകയും ചെയ്തു. പിന്നീട് അത് വലിയ പ്രശ്നത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അന്നായിരുന്നു സമ്മർ ഇൻ ബെത്ലഹേം എന്ന സിനിമയുടെ പ്രസ് മീറ്റിംഗ്. താൻ വരണമെങ്കിൽ മാധവൻ സാർ, അതായത് മഞ്ജുവിൻ്റെ അച്ഛൻ വന്ന് എന്നോട് മാപ്പ് പറയണമെന്ന് മഞ്ജു കടുത്ത വാശിയിൽ പറഞ്ഞു. ഒടുവിൽ മഞ്ജുവിൻ്റെ പിടിവാശിക്ക് മുന്നിൽ കീഴടങ്ങി മാധവൻ സാർ എന്നെ കാണാൻ വന്നു. എൻ്റെ റൂമിൽ വന്നു. അപ്പോൾ മഞ്ജു താഴെ കാറിൽ തന്നെ ഇരുന്നു. മാധവൻ സാർ എന്നോട് മാപ്പ് പറയാൻ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ പറയാൻ സമ്മതിച്ചില്ല. പക്ഷേ മഞ്ജു ഇത്രയും വലിയ തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് സുരേഷ് ഗോപിയുടെ അഭിപ്രായം. അതിനുശേഷം മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും ജീവിതത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ നടന്നു എന്ന് നമുക്കറിവുള്ളതാണല്ലോ.